ഇപ്പം എൻ്റെ കയ്യത്തെ ഉണങ്ങി 20 മിനിറ്റായി. നമുക്കതൊന്ന് നനച്ച് കൊടുക്കാം. നനച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു മസാജ് കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ വെള്ളം നനച്ച് അത് നമുക്ക് കഴുകിയെടുക്കാം. നല്ല ചേഞ്ചാണ് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ ഇത് കിട്ടണത്. കണ്ടോ, രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറി മുഖം വെളുക്കാൻ സഹായിക്കുന്ന പിങ്ക് കളറിലുള്ള ഒരു പാക്ക്. ഇത് തേക്കാൻ നമ്മുടെ മുഖവും കൂടി പിങ്ക് കളറാവും. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് വരുന്ന പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ, കരിമംഗല്യം മാറാനും മുഖം നല്ല കളർ വരാനും മുഖത്തുള്ള പാടുകളും കുത്തുകളും പുള്ളികളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് മുഖക്കുരു വന്നതിൻ്റെയൊക്കെ നിറച്ചുണ്ടാവുമല്ലോ. ആദ്യത്തെ എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എൻ്റെ മുഖത്ത് നിറച്ച് പിഗ്മെൻറ്റേഷനും ഉണ്ടായിരുന്നു, നിറച്ച് മുഖക്കുരുവിൻ്റെ പാടുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു മുഖക്കുരുവിൻ്റെ പാട് മാത്രമേ തെളിഞ്ഞ് കാണുള്ളൂ, ബാക്കിയൊക്കെ നല്ല പോലെ മാറിക്കിട്ടി. ഇതൊക്കെ മുഖക്കുരു വന്ന പാടുകളായിരുന്നു കേട്ടോ. താടി നിറച്ച് മുഖക്കുരുവായിരുന്നു, നെറ്റി നിറച്ചുണ്ടായിരുന്നു. കണ്ടു, ഇതെവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് മാറി മാറി വന്ന ആ ഒരു മുഖക്കുരുവിൻ്റെ പാടുകളാണ്. അത്രയും മുഖക്കുരുവിൻ്റെ പാടുകളും കഴിഞ്ഞ മാസം വരെ എൻ്റെ മുഖത്ത് നിറച്ച് മുഖക്കുരുവായിരുന്നു. അതുപോലെ തന്നെ മുഖക്കുരുവിന് നിറച്ച് പാടുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ പറഞ്ഞാൽ വായ ചുറ്റും നെറ്റിയുടെ രണ്ട് സൈഡ് കൂടെ ഒക്കെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പഴയ ഫോട്ടോകൾ ഞാൻ ഇവിടെ കൊടുക്കുക, നിങ്ങൾ പഴയ ഫോട്ടോ കണ്ടാൽ ഞെട്ടും, ഇത്രയും പ്രശ്നമായിരുന്നു എൻ്റെ മുഖത്ത്. അപ്പോൾ എന്നെ ഒരുപാട് എൻ്റെ മുഖത്തെ ഈ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ സഹായിച്ചൊരു പാക്കാണിത്. ഇത് ഞാൻ എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പോ എപ്പോഴോ ഇട്ടിട്ടുണ്ട്. അന്നൊന്നും അധികം വ്യൂസ് എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനിത് എത്ര വട്ടം യൂസ് ചെയ്തതാണ്. ഒരുപാട് വട്ടം പറഞ്ഞാൽ എണ്ണി തീർക്കാൻ പറ്റില്ല, അങ്ങനെ ഞാൻ ഒരുപാട് വട്ടം യൂസ് ചെയ്തൊരു പാക്കാണിത്. അപ്പോൾ ഇത് എന്നെ സത്യം പറയണേ, എൻ്റെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ മാറാനും മുഖക്കുരു വന്ന പാടുകൾ മാറാൻ സഹായിച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക, നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കം തരും. എൻ്റെ മുഖത്ത് തിരിയെങ്കിലും ഇപ്പോൾ ഒരു കളർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് പാക്കുകളുണ്ട്, അതിലത്തെ ഒന്നാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വന്നാലോ. ആകെ 2 ഇൻഗ്രീഡിയൻസേ നമുക്ക് വേണ്ടുള്ളൂ. അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടു കണ്ടിച്ച്, എൻ്റെ പേര് ദീപ എന്നാൽ, നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വരാം. ഇതിപ്പോൾ ഇഡ്ഡലി മാവാണ്, ഇഡ്ഡലിയോ ദോശയോ ഏത് മാവാണ് വെച്ചാലും ശരി, നമ്മൾ അതിൽ നിന്ന് 1 സ്പൂണ് എടുക്കുക. ഇപ്പോൾ ഇതാ 1 സ്പൂണ് നമ്മുടെ മാവെടുത്തു. ഇനി നമുക്ക് 1 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. ടേബിൾ സ്പൂണല്ല, സ്പൂണാണ്. അപ്പോൾ 2 സ്പൂണ് നമ്മുടെ മാവ് എടുക്കുക. ഇഡ്ഡലിയുടെ ദോശയുടെ ഏത് മാവ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യം നമ്മുടെ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഞാനിതാ ഇപ്പോൾ നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചിട്ടോ ജ്യൂസ് എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യം ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. ബീട്രൂട്ടിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. ഞാൻ പൊടി എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പൊടി എപ്പോഴും ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ജ്യൂസ് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. തീർച്ചയായും നമുക്ക് ഏറ്റവും പൊടിയേക്കാളും നല്ലതാണ് അപ്ലൈ നമ്മൾ എന്താ പറയുക, ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ചെയ്യണത്. ഇതിലിപ്പോൾ നമുക്ക് ചെറിയൊരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തത്. ജ്യൂസ് നമുക്ക് ഒരു 1.5 സ്പൂണോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവൻ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ട് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ നല്ലപോലെ സഹായിക്കും. ചിലർ പറയാറുണ്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിക്കുമ്പോൾ മുഖം കറക്കണമെന്ന്. നിങ്ങൾ കൂടുതൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കാതെ മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി, ഒരിക്കലും മുഖം കറക്കില്ല. ഞാൻ ഒരുപാട് കാലം ഉപയോഗിച്ചതാണ് ബീട്രൂട്ടിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട്. എൻ്റെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാൻ എന്നെ ഒരുപാട് സഹായിച്ചതാണ്. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് നിങ്ങൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞു പറഞ്ഞാൽ 2 ഗുണം. ഒന്ന്, നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറും, നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ മുഖത്തുള്ള പാടുകളൊക്കെ മാറും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുഖം നല്ലപോലെ വെളുക്കും. ബീട്രൂട്ടും നമ്മുടെ ഇഡ്ഡലി ദോശ മാവിൽ നമുക്ക് ഉഴുന്നുണ്ട്, അരിയുണ്ട്, അതുപോലെ തന്നെ ഉലുവയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊരു പിങ്ക് കളറായി. ഇനി നമുക്കിത് നമ്മുടെ മുഖം നല്ല പിങ്ക് കളറാക്കും. നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ മുഖം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മതി. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടുല്ലോ ഇൻഗ്രീഡിയൻസ്. നമുക്ക് എപ്പോഴും നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ വീട്ടിൽ അരയ്ക്കുന്നതാണ്. അതിൽ കുറച്ച് മാവ് എടുക്കുക. ഇഡ്ഡലി മാവാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ജ്യൂസ് ഒഴിക്കുമ്പോൾ കറക്റ്റ് ആവും. ദോശ മാവ് ആകുമ്പോൾ കുറച്ച് ലൂസായിരിക്കുമല്ലോ, അപ്പോൾ കുറച്ചും കൂടി ഇതൊന്ന് ലൂസാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇഡ്ഡലി മാവ് എടുക്കുന്നതാണ് നമുക്ക് നല്ലത്. അല്ല നിങ്ങൾ ബീട്രൂട്ടിൻ്റെ പൊടി എടുക്കണമെന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക്
എന്താ പറയുക ശരിക്ക് ആ ഒരു നമുക്ക് മുഖത്ത് തേക്കേണ്ട ആ ഒരു ഇതിൽ ദോശമാവ് കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാലും നിങ്ങൾക്ക് ഇപ്പോൾ വെള്ളം പോലെ ആയാലും അതെടുത്ത് മുഖത്ത് നല്ല ഒരു മസാജ് കൊടുക്കുക. ആദ്യം നല്ല മസാജ് കൊടുക്കണം. അതിന് ശേഷം നല്ല നിങ്ങളുടെ അടുത്തുള്ള അതിനനുസരിച്ച് കട്ടിക്കിട്ട് കൊടുക്കുക. ഇത് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുക. നിങ്ങളുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറണത് നിങ്ങൾക്ക് ശരിക്കും ഞെട്ടണ പോലെ നിങ്ങൾക്ക് തോന്നും അത്രയ്ക്ക്. കാരണം ഉഴുന്ന് നമ്മുടെ പിഗ്മെൻറ്റേഷൻ പോകാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉലുവയാണെങ്കിലും അരിയാണെങ്കിലും നമ്മുടെ ബീട്രൂട്ടാണ്, ഇതൊക്കെ പിഗ്മെൻറ്റേഷൻ മുഖത്തെ പാടുകൾ മാറാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതെല്ലാ സാധനവും നമ്മുടെ മുഖം വെളുക്കാനും സഹായിക്കുന്നതാണ്. ഇത് ഞങ്ങളിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളതൊക്കെ മിക്സ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ ഒരു ഡപ്പയിലാക്കി അടച്ച് വെച്ചാൽ മതി. നിങ്ങളുടെ മുഖം ഉറപ്പ് പറഞ്ഞാൽ ഞാൻ 100% ഉറപ്പ് തരികയാണ്. അത്രയ്ക്ക് മുഖത്തിന് നമുക്ക് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ മുഖത്തൊരു മസാജ് കൊടുക്കുകയാണ്. പിന്നെ ചിലർ പറയാറുണ്ട് ബീട്രൂട്ട് ജ്യൂസ് ഒഴിക്കുമ്പോൾ മുഖം കറുത്തുന്നു. നിങ്ങൾ അങ്ങനെ കറക്കാൻ വേണ്ടി മാത്രം ജ്യൂസ് ഒഴിക്കണ്ട. നിങ്ങൾ ഇപ്പോൾ 2 സ്പൂണ് ഞാൻ ബീട്രൂട്ട് എന്താ പറയുക നമ്മുടെ മാവ് എടുത്തു എന്നുണ്ടെങ്കിൽ അതിലൊരു 1.5 സ്പൂണോ 1 സ്പൂണോ അത്രേ വേണ്ടുള്ളൂ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കേട്ടോ. ഇഡ്ഡലി മാവും ദോശമാവും വെച്ചിട്ട് ഒരുപാട് പാക്കുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം എനിക്ക് നല്ലപോലെ റിസൾട്ട് തന്നത് തന്നെയാണ്. ഇഡ്ഡലി മാവിൽ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് ഉഴുന്നുണ്ട്. ഉഴുന്നിൻ്റെ പാക്കുകൾ ഞാൻ ഒരുപാട് കാണിച്ചു തന്നിട്ടുണ്ട്. ഉഴുന്ന് എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് തന്നൊരു സാധനമാണ്. സ്കിൻ വൈറ്റനിങ്ങിനായാലും മുഖത്തെ പാടുകൾ മാറാണെച്ചാലും നല്ലപോലെ നമ്മുടെ മുഖത്തെ ആ ഒരു വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഉഴുന്നിൻ്റെ പാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ അരി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും പാടുകൾ മാറാനും ഒക്കെ സഹായിക്കണം തന്നെയാണ്. കൊറിയൻ സ്കിന്ന് കണ്ടില്ലേ, അവരൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് അരി ഉൽപ്പന്നങ്ങളാണ്. അരി പൊടിച്ചത്, അരി കഴുകിയ വെള്ളം, നമ്മൾ ചോറ് വെച്ച നമ്മുടെ എന്താ പറയുക ചോറ്, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം, ഇങ്ങനെ ഓരോന്നുമാണ് അവർ മുഖത്തേക്ക് അണിച്ചാലും മുടിക്ക് അണിച്ചാലും എടുക്കുന്നത്. അവരുടെ സ്കിന്നാണെങ്കിൽ എന്തൊരു തിളക്കം, ഒരു കണ്ണാടി പോലെയല്ലേ അവരുടെ മുഖം. അപ്പോൾ അത്രയും ഒരു റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് നമുക്ക് ഈ ഒരു അരി. ഉലുവയാണെങ്കിലും നമ്മളിതിലെന്തായാലും നമ്മൾ മാവിൽ അരി അരയ്ക്കുമ്പോൾ നമ്മളെന്തായാലും ഒരു 1/2 സ്പൂണോ 1 സ്പൂൺ നമ്മൾ മാവിൻ്റെ അരിക്കനുസരിച്ച് നമ്മൾ ഉലുവ ഇടും. അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഇതിൽ തീർച്ചയായും കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പോൾ നല്ലപോലെ ഒരു മസാജ് കൊടുക്കണം. നിങ്ങൾ മസാജിൽ ഒരു മടി വിചാരിക്കരുത്. നല്ല അടിപൊളിയിൽ മസാജ് കൊടുക്കണം. മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മസാജാണ് നമുക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ സഹായിക്കുന്നത്. അത് നമുക്ക് നല്ല റിസൾട്ടാണ് തരുന്നത് കേട്ടോ. അപ്പം ഞാൻ നല്ലൊരു മസാജ് കൊടുക്കട്ടെ. ഇപ്പം ഞാൻ നല്ലൊരു മസാജ് കൊടുത്തു കേട്ടോ. നമ്മളൊരു 5 മിനിറ്റെങ്കിലും ഇരുന്ന് മസാജ് കൊടുക്കണം മുഖത്ത്. സ്കിന്നിന് ആ ഒരു ഇത് കണ്ടു, നമുക്ക് ആ മസാജ് കൊടുക്കുമ്പോഴേക്ക് തന്നെ ആ സ്കിന്നിൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടു മുഖത്തിന് ആ ഒരു വ്യത്യാസം വരണം. കണ്ടു അത്രയും റിസൾട്ട് തരുന്ന ഒരു സാധനമാണിത് കേട്ടോ. ഞാനിത് തേച്ചങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 6 മിനിറ്റോളം ഇപ്പോൾ ഞാൻ മസാജ് ആയി കഴിഞ്ഞു. ഇത് അത്ര റിസൾട്ട് തരുന്നതായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പിന്നെയും പറയണം, നിങ്ങൾ നല്ലൊരു മസാജ് തന്നെ ഇതിന് കൊടുക്കണം. ഇനി നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് വെളുക്കും. നിങ്ങൾ എവിടേക്കെങ്കിലും പോകാൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനൊക്കെ ഒരുങ്ങണ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മുഖത്ത് നല്ലൊരു കളർ വേണം. ഇനിയിപ്പോൾ എല്ലാവരും മേക്കപ്പ് ഇടുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല, ഫൗണ്ടേഷനോ കാര്യങ്ങളൊക്കെ ഇടാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് ഇത് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്കിതിന് എത്ര മിനിറ്റ് നമ്മളിപ്പോൾ പോണത് നമ്മളിപ്പോൾ തലേദിവസം അറിഞ്ഞിട്ടുണ്ടാവും. തലേദിവസം നിങ്ങളൊന്ന് ചെയ്യുക. ആ പോണതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ഞാനാണെച്ചാൽ ഒരു മോയ്സ്ചറൈസർ തേക്കും, അതിന് ശേഷം ഒരു സൺസ്ക്രീന് തേക്കും,
പിന്നെ കഴിഞ്ഞു, എൻ്റെ ഇത് കഴിഞ്ഞു. പൗഡർ പോലും ഞാൻ ഇടാത്ത ഒരാളാണ്. അപ്പോൾ പണ്ട് മുഖത്ത് പാടുകളൊക്കെ ഉള്ള സമയത്ത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളപ്പോൾ എവിടേക്കെങ്കിലും പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഒരു അധിക പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മുഖം ക്ലിയർ ആയിട്ടുണ്ട് എൻ്റെ ഒരു വിധം. അതുകൊണ്ട് തന്നെ നമുക്ക് മടിയില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുടിയുടെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ മുടിക്ക് ഞാൻ ഓരോന്ന് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ വയറിലേക്ക് നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കും പോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നാണ് വെച്ചാൽ ഹെയർ ആണെങ്കിൽ നമ്മൾ അതിനുള്ള ഭക്ഷണം കഴിക്കാൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക കേട്ടോ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ. ഇപ്പം ഞാൻ മുഖത്ത് മുഴുവൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്തായാലും ഒരു 20 മിനിറ്റ് എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യും. ചിലപ്പോൾ 25 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യാറുണ്ട്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാക്കാണത് എനിക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കയ്യിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. കയ്യിലൊരു മസാജ് കൊടുക്കുക. ഞാനപ്പോൾ നല്ലൊരു മസാജ് കൊടുക്കട്ടെ കയ്യിൽ. ഇപ്പോൾ ഞാനിപ്പോൾ കയ്യിലൊരു മസാജ് കൊടുത്തിട്ട് കയ്യിൽ ഞാൻ പാക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ മുഖത്തിട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കുക. മസാജ് നമ്മൾ ഓൾറെഡി കൊടുത്ത കാരണം കൊണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയൂ കേട്ടോ.